ഹലോ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പോൾ SSC MTS 2025 പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് നടക്കുകയാണ്. കുറച്ച് പേരെങ്കിലും പ്രിപ്പറേഷൻ ഒന്നും ഉഴപ്പുന്നുണ്ടാവും അല്ലെ. എക്സാം ഡേറ്റ് വന്നിട്ടില്ല, CGLന്റെ ഡേറ്റ് പോലും വന്നിട്ടില്ല. ഇനി എന്ന് MTS പ്രതീക്ഷിക്കാം? അപ്പൊ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? എക്സാം നടക്കോ? ഇനി പഠിച്ചാൽ മതിയോ? ഇനി പഠിക്കാൻ പറ്റുമോ? കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ആദ്യമേ പറയാം, ഇനിയും സമയമുണ്ട് പഠിക്കാനായിട്ട്. കാരണം ഇതിന് മുൻപായിരുന്നു എങ്കിൽ സെപ്റ്റംബർ 20 നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. എണ്ണി പറയാനേ ഒരു 10, 15, 18 ദിവസങ്ങൾ ഉണ്ടാവുമായിരുന്നു എക്സാമിന് അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. CGL കഴിഞ്ഞിട്ടില്ല. CGL ഫസ്റ്റ് വീക്കിൽ നടക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ ഡേറ്റ് വന്നിട്ടില്ല. ഇന്നിപ്പോൾ സെപ്റ്റംബർ 2 ആയിട്ടുണ്ട്. സോ 5-നകം CGL സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഇനിയും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. CGLന്റെ ഡേറ്റ് കഴിയണം, CHSLന്റെ ഡേറ്റ് കഴിയണം. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ SSC MTS 2025 എക്സാം കാണുകയുള്ളൂ. അപ്പൊ നമുക്കൊരു ഒക്ടോബർ, എന്തായാലും ഒക്ടോബർ 2 ആഴ്ച കഴിഞ്ഞായിരിക്കും. ഒക്ടോബർ ഒരു 3rd വീക്കൊക്കെ ആകുമ്പോഴേ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ ഒരു അറൗണ്ട് ഒരു 50 ദിവസത്തിനകം നമുക്ക് കിട്ടും നമ്മുടെ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട്. 50 ദിവസം കൊണ്ട് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തൂടെ? അതും റീസണിങ്ങും മാത്സും ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. അത് ഡീപ്പായിട്ട് പഠിക്കേണ്ട, പാസ് മാർക്ക് മാത്രം നേടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല? ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നോ ചെയ്യാൻ പറ്റുമെന്ന്? ഇനി ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ഇനി എങ്ങനെ നോക്കണം, ഇനിയത്തെ ട്രാക്ക് എന്താണ് എന്ന് ഈ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം, കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പൊ നമ്മുടെ SSC MTS 2025 ചൂടോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടോടുകൂടി പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം എന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷനിൽ ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ്ങുമാണ്. എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതിന് ഒരുപാട് ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. മറ്റ് SSC എക്സാം പോലെയല്ല, ഇത് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പീഡ് ഇഷ്യൂ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. സ്പീഡ് നമുക്ക് എപ്പോഴും പോകുന്നത് മാത്സും റീസണിങ്ങും ചെയ്യാനാണ്. ബാക്കി ഒരു സബ്ജക്റ്റ് നമുക്ക് സ്പീഡ് ഇഷ്യൂ വരില്ല. ഇതിൽ തന്നെ മാത്സും റീസണിങ്ങും ജസ്റ്റ് എന്താണ് 45 മിനിറ്റിൽ 12 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ, അതിൽ 12 റീസണിങ് മാത്രം അറ്റൻഡ് ചെയ്താൽ പോലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. മാത്സ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് പഠിക്കാതെ പോകാനല്ല, ഒരു പക്ഷേ റീസണിങ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്സ് എങ്കിലും പഠിക്കണ്ടേ. അപ്പൊ അതിന്റെ ക്വാളിഫയിങ് ഉള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ആ ഒരു സെക്ഷൻ, ആ ഇമ്പോർട്ടൻസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി മാത്സിനും റീസണിങ്ങിനും. അപ്പൊ നമ്മൾ ഏതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്? GK അല്ലെങ്കിൽ GS, ദെൻ ഇംഗ്ലീഷ്. അപ്പൊ ഇതിന് ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചാണ്. അപ്പൊ ഇതാണ് 150 മാർക്കുള്ള, ഇതാണ് നിങ്ങളുടെ മെറിറ്റ് നിശ്ചയിക്കുന്നത്. നിങ്ങൾ ഇന്നാണോ ഔട്ടാണോ, റാങ്ക് ഉണ്ടോ റാങ്കിൽ ഇല്ലയോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ GK ഓർ ജനറൽ സയൻസ് പ്ലസ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഓർമ്മ വേണം, അതിന് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഒരു മാർക്ക് നെഗറ്റീവും പോകുന്നുണ്ട്. സോ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ആൻഡ് GK ക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. റീസണിങ് ആൻഡ് മാത്സ് 1 ഇടവിട്ടോ 2 ഇടവിട്ടോ ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മതി. കാരണം അത് ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. 12 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് GK അല്ലെങ്കിൽ ജനറൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിൽ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ഇക്കണോമിക്സ്, PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പൊ ഇതൊന്നും പുതിയ ടോപ്പിക്കുകൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനി പുതിയ ടോപ്പിക്കുകൾ നോക്കി ഇനി പഠിക്കാൻ പോകരുത്. പഠിച്ചത് റിവൈസ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അത് ബേസ് ചെയ്തിട്ടുള്ള PYQs നോക്കുക, PYQs അനലൈസ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ GK പ്ലസ് GS നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യുക. പഠിച്ചത് ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം PYQs അത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അല്ലാതെ പുതിയ ടോപ്പിക്കുകൾ തേടി പിടിച്ച് പഠിക്കാൻ പോകരുത്. അപ്പോൾ ഉള്ളതും കൂടെ നിങ്ങൾ മറന്നു പോകും. പഠിച്ചത് എവിടേക്കാണ്, എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്, ശരി, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം PYQs
ചെയ്യുക. പുതിയ ടോപ്പിക്കുകൾ തേടി പോകണ്ട, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഡെയിലി ബേസിസിൽ തന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുക. ദെൻ ഏറ്റവും മെയിൻ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. എന്താണ്? വൊക്കാബ്, ഗ്രാമർ ആൻഡ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ റീഡിങ് കോംപ്രിഹെൻഷൻ, 3 പാർട്ടായിട്ട് നമുക്ക് ഇംഗ്ലീഷിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതില് ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ 3 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വൊക്കാബ്, ഗ്രാമർ, കോംപ്രിഹെൻഷൻ ആണല്ലോ. അപ്പൊ ഈ വൊക്കാബില് എങ്ങനെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാം? ഇനിയുള്ള പ്രിപ്പറേഷൻ വൊക്കാബില് ഇനി എന്ത് നോക്കാം നമുക്ക്? ഡെയിലി എന്ത് നോക്കുക? ഡെയിലി 20 വൊക്കാബ് വെച്ച് ഡെയിലി പഠിക്കുക. ഇതിന് മുൻപേ പഠിച്ചുകൊണ്ടിരുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുക. 20 വൊക്കാബ് ഇപ്പൊ ഒരു 30 ദിവസം, ഒരു 45 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. 45 ദിവസം ഡെയിലി 20 വെച്ച് ചെയ്താൽ 90 ഒക്കെ 90 9,000 അല്ലെ 9,000 വൊക്കാബ് നിങ്ങൾക്ക് കിട്ടും അല്ലെ. 90 ആ ഒരു കണക്ക്. അപ്പോൾ ഡെയിലി 20 വൊക്കാബ് വെച്ച് എത്ര ദിവസമാണ്? 45 ദിവസം അല്ലെ. 45 ദിവസം 20 വൊക്കാബ് വെച്ചാകുമ്പോൾ 900 വൊക്കാബ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് തന്നെ ഒരു വലിയൊരു വൊക്കാബ് നിങ്ങളുടെ കയ്യിൽ അത് ഹോൾഡ് ആയിട്ടിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് പഠിക്കുന്ന വൊക്കാബ് 10 ദിവസം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഓർമ്മ വേണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അത് മസ്റ്റ് ആയിട്ടും റിവൈസ് ചെയ്തിരിക്കണം. അപ്പൊ ഡെയിലി 20 വൊക്കാബ് വെച്ച് നിങ്ങൾ പഠിച്ചു നോക്കേ. അത് ഡെയിലി ബേസിസിൽ റിവൈസ് ചെയ്യ്, വീക്ക്ലി ബേസിസിൽ റിവൈസ് ചെയ്യ്. ആ വൊക്കാബ് എങ്ങും പോയില്ല, ഇവിടെ തന്നെ കാണും. ദെൻ ഇതിലും ഇമ്പോർട്ടന്റ് ആണ് എന്ത് ചെയ്യുക? PVQ മോക്ക് ചെയ്യുക, PVQs ചെയ്യുക. കാരണം ഇംഗ്ലീഷിൽ മാക്സിമം PVQs ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 20 വൊക്കാബ് ഡെയിലി നോക്കുക, റിവൈസ് ചെയ്യുക, PVQ മോക്ക് ചെയ്യുക. പിന്നെ ഗ്രാമർ സെക്ഷൻ, ഗ്രാമർ റൂൾസ് ഉണ്ടല്ലോ, റൂൾസ് ഡെയിലി ബേസിസിൽ റിവൈസ് ചെയ്യുക, മറന്നു പോകരുത്. ഡെയിലി ബേസിസിൽ റൂൾസ് റിവൈസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ഫുൾ ടെസ്റ്റ് ആൻഡ് ടോപ്പിക് വൈസ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഫുൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ റീഡിങ് കോംപ്രിഹെൻഷൻ കൂടി, കോംപ്രിഹെൻഷൻ ടൈപ്പും കൂടി ഈ ഒരു ഫുൾ ടെസ്റ്റിൽ കൂടി അങ്ങ് കവർ ആയിക്കോളും. ഫുൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് സെപ്പറേറ്റ് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം വരില്ല. റീഡിങ് കോംപ്രിഹെൻഷൻ ഈ ഒരു ഫുൾ ടെസ്റ്റിൽ അങ്ങ് കവർ ചെയ്യും. അപ്പൊ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് വൊക്കാബും ഗ്രാമർ സെക്ഷനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫുൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സൈഡിൽ കൂടി എന്തും കൂടെ കവർ ആയിക്കോളും, കോംപ്രിഹെൻഷനും കൂടി കവർ ആയിക്കോളും. മറക്കരുത്, PYQs ചെയ്തു പോകുക. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ സെക്ഷണൽ ബേസ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതിയാകും. കാരണം ഫുൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റീസണിങ്ങും ക്യൂയ്ക്കും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അതിനാണ് നമുക്ക് സ്പീഡ്, നമ്മൾ മോക്ക് ടെസ്റ്റ് മെയിൻ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവാൻ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കേസേ വരുന്നില്ല. കാരണം സ്പീഡ് അത്രയും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് ഇംഗ്ലീഷ്, ജനറൽ സയൻസ് സബ്ജക്റ്റിന്, GK സബ്ജക്റ്റിനാണ്. അപ്പൊ അതിന് സ്പീഡ് ഒരു കേസായിട്ട് വരുന്നത്. അതുകൊണ്ട് ഫുള്ള് മോക്ക് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ സെക്ഷൻ ടൈപ്പ് മോക്കുകൾ നിങ്ങൾ ചെയ്യുക. അത് എന്താണ്? അത് അനലൈസ് ചെയ്യുക. മോക്ക് അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഭാഗമാണ് മോക്ക് അനാലിസിസ്. എസ്പെഷ്യലി നമ്മൾ മാത്സ് വേണ്ട, പക്ഷേ ഇംഗ്ലീഷിന്റെ കേസിൽ ഇംഗ്ലീഷ് മാക്സിമം നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതിൽ അനാലിസിസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എവിടെ പോയി, എങ്ങനെ പോയി, ഇത് എങ്ങനെ ഇത് തിരുത്താം എന്നുള്ളത് അറിയണമെങ്കിൽ ആ സെക്ഷൻ അനലൈസ് ചെയ്തേ പറ്റുള്ളൂ. സോ ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങളത് പഠിച്ചു നോക്കുക. പഠിച്ചു നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇത് ആ ഒരു ഇംഗ്ലീഷ് ആ ഒരു നിങ്ങൾക്ക് അത് ലെവൽ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി കറണ്ട് ആൻഡ് സ്റ്റാറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കറണ്ട് അഫയേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത് സ്പേസ് മിഷൻ, നമ്മുടെ ഇസ്രോയുടെ കംപ്ലീറ്റ് മിഷനുകൾ കഴിഞ്ഞ ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ ഇസ്രോ ലോഞ്ച് ചെയ്തിട്ടുള്ള ലോഞ്ചിങ് ഇവന്റുകൾ കാര്യങ്ങളൊന്നും ജസ്റ്റ് നോട്ട് ചെയ്യുക. ഗവൺമെന്റ് സ്കീമുകൾ, സ്പോർട്ട് ഇവന്റുകൾ, ദെൻ അപ്പോയിന്റ്മെന്റുകൾ, ഇൻഡെക്സ് ആൻഡ് റാങ്കിങ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെ NEP, അവാർഡ്സ്, ഡാൻസ് ഫോം. അപ്പൊ ഇത് ബേസ് ചെയ്ത് വരുന്ന സ്റ്റാറ്റും കൂടി, ഡാൻസ് ഫോം എന്തെങ്കിലും കറണ്ടിൽ വരികയാണെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്, ഡാൻസ് ഫോംസ് അവിടുത്തെ ഏതൊക്കെയാണ്, ആ ഒരു ടൈപ്പ്. ദെൻ പോർട്ട്, അദാനിയുടെ പോർട്ടുകൾ, റീസെന്റ് ആയിട്ട് വരുന്ന പോർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ഒരു പാറ്റേണിൽ കണ്ടുവരുന്നുണ്ട്. നാഷണൽ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വരുന്നത്. സെൻസസ് ടീച്ചേഴ്സ് കണ്ടക്ട് ചെയ്തിരുന്നപ്പോൾ എപ്പോഴും സെൻസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇക്വിഡിറ്റി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത എക്സാംസിൽ സെൻസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അതും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കുക. അപ്പൊ ഈ ഒരു പാറ്റേണിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റും. അപ്പൊ ഒരുപാട് മാത്സിനും റീസണിങ്ങിനും ഇമ്പോർട്ടൻസ് നിങ്ങൾ
കൊടുക്കണ്ട. അത് പാസ് മാർക്ക് മാത്രം മതി. ബാക്കിയുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പോവുക. അപ്പൊ ഇനിയും എവിടെ നോക്കി പഠിക്കണം? ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളത്തിലാണ് എഴുതാൻ പോകുന്നത്. എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം? എവിടെ നോക്കണം? ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ കാണുന്ന നമ്പറിൽ ഇട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ AZB അക്കാഡമി നിങ്ങൾക്കായിട്ട് SSC MTS 2025 കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ക്രാഷ് കോഴ്സ് ആണ്, നിങ്ങളുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പഠിക്കുക, നന്നായിട്ട് പഠിക്കാം. നല്ല രീതിയിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും കാണാം. താങ്ക് യു. ബൈ ബൈ.